അതിർത്തി പ്രശ്നത്തിൽ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ അസർബൈജാനും അർമേനിയയും തമ്മിൽ 3.5 പതിറ്റാണ്ടായി തുടർന്നു വന്ന രൂക്ഷമായ സംഘർഷം അവസാനിച്ചിരിക്കുന്നു. അതിന് മധ്യസ്ഥത വഹിച്ചതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ഇരു രാജ്യങ്ങളും എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ഈ മധ്യസ്ഥത അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നേടിക്കൊടുക്കുമെന്നാണ് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും പറഞ്ഞിരിക്കുന്നത്. ചിരവൈരികൾക്കിടയിലെ 35 വർഷത്തെ ശത്രുത ഇത്ര പെട്ടെന്ന് അലിഞ്ഞില്ലാതായത് എങ്ങനെയാണെന്നോ അതിനു പിന്നിലെ കരാർ എന്താണെന്നോ വ്യക്തമല്ല. പക്ഷേ ഇരു രാജ്യങ്ങളും വാണിജ്യം, യാത്ര, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ പുനരാരംഭിക്കാനും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ചരിത്രപരമായ ഒപ്പുവെക്കലിന് സമാധാന നോബേൽ പുരസ്കാരം ട്രംപിന് നൽകണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് പഷിനുമായി ചേർന്ന് നോബേൽ കമ്മിറ്റിക്ക് ഒരു സംയുക്ത അഭ്യർത്ഥന അയക്കാമെന്ന് അലിയേവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് മേനി നടിച്ച ട്രംപിന് അങ്ങനൊരു നീക്കം നടന്നിട്ടില്ലെന്ന് ഇന്ത്യ തുറന്നടിച്ചത് ഈ സമാധാന നോബേൽ നേടാനുള്ള ശ്രമത്തിന് ഒരടിയായിരുന്നു. ഇസ്രയേൽ ഇറാഖ് സംഘർഷത്തിൽ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി യുദ്ധക്കൊതിയനാണെന്ന് വീണ്ടും തെളിയിച്ച ശേഷമാണ് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഇടപെടാൻ ഇന്ത്യയെ ഇരയാക്കാൻ ട്രംപ് തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യ അതിന് പുല്ലുവില കൽപ്പിക്കുകയും ട്രംപിന്റെ തീവ്ര ഭീഷണിയെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തതിന്റെ ക്ഷീണം മാറും മുമ്പെയാണ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവാൻ വീണ്ടും ഒരു ശ്രമം ട്രംപ് നടത്തിയിരിക്കുന്നത്. ഡെമോക്രാറ്റും US മുൻ പ്രസിഡന്റുമായ ബറാക് ഒബാമയ്ക്ക് ഒരു നോബേൽ ലഭിക്കാമെങ്കിൽ അത് തനിക്കും വേണമെന്ന കൊതി ട്രംപിനെ പല വഴിയെ നടത്തുകയാണ്. അസർബൈജാൻ അർമേനിയൻ രാഷ്ട്രതലവന്മാർ അവരുടെ ബന്ധം ദൃഢമാക്കുന്നതിനൊപ്പം ഒരു സംഘർഷമുണ്ടായാൽ അവർ തന്നെ വിളിക്കുമെന്നും അത് താൻ പരിഹരിക്കുമെന്നുമാണ് ട്രംപ് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച ശേഷം പ്രതികരിച്ചത്. അസർബൈജാനുമായുള്ള US സൈനിക സഹകരണത്തിലെ നിയന്ത്രണങ്ങൾ നീക്കിയതിന് അലിയേവ് ട്രംപിന് നന്ദി പറഞ്ഞതിനൊപ്പം ട്രംപിനല്ലാതെ മറ്റാർക്കാണ് സമാധാന നോബേലിന് അർഹതയെന്നും ചോദിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അസർബൈജാനെ അവരുടെ ബാഹ്യ പ്രദേശമായ നഖ്ചിവാനുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു ഗതാഗത ഇടനാഴി നിർമ്മിക്കുന്നത് കരാറിലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെറിറ്റി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അർമേനിയൻ പ്രദേശത്താൽ വേർതിരിക്കപ്പെട്ട അസർബൈജാന്റെ സ്വയംഭരണ മേഖലയാണ് നഖ്ചിവാൻ. മുമ്പ് ഇവിടേക്ക് റെയിൽ ഇടനാഴി വേണമെന്നൊരാവശ്യം അസർബൈജാൻ മുന്നോട്ട് വെച്ചിരുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അർമേനിയയും മുസ്ലിം ഭൂരിപക്ഷമുള്ള അസർബൈജാനും കാർബാഖ് എന്ന പ്രദേശത്തിനായുള്ള തർക്കത്തെ തുടർന്ന് 2 തവണ യുദ്ധം ചെയ്തിട്ടുണ്ട്. 2027 ഒരു ഭരണഘടനാ ഹിതപരിശോധന നടത്താനുള്ള പദ്ധതികൾ അർമേനിയൻ പ്രധാനമന്ത്രി പഷിനിയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തർക്കത്തിലുള്ള പർവ്വത പ്രദേശമായ കാരബാഖ് അന്താരാഷ്ട്ര തലത്തിൽ അസർബൈജാന്റെ ഭാഗമായാണ് കണക്കാക്കുന്നതെങ്കിലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഏകദേശം 3 പതിറ്റാണ്ടോളം ഇത് അർമേനിയൻ വിഘടനവാദികളുടെ നിയന്ത്രണത്തിലായിരുന്നു. 2020 ഒരു യുദ്ധത്തിലൂടെ കുറച്ച് ഭാഗങ്ങളും 3 വർഷത്തിനു ശേഷം മിന്നലാക്രമണത്തിലൂടെ പ്രദേശം മുഴുവനും അസർബൈജാൻ കൈവശപ്പെടുത്തി. ഇതോടെ അർമേനിയൻ വംശജരായ 1 ലക്ഷത്തോളം തദ്ദേശവാസികൾ അർമേനിയയിലേക്ക് പലായനം ചെയ്തിരുന്നു. നാഗോണോ കാരബാഖ് മേഖലയെ ചൊല്ലിയുള്ള വംശീയ ചരിത്രമായ പ്രശ്നങ്ങളുടെ ഭാഗമായി തുടർന്നു വന്ന സംഘർഷങ്ങളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ പ്രദേശം അസർബൈജാന്റെ ഭാഗമായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അതിന്റെ ഭാഗമായിരുന്ന അസർബൈജാനിലെ ഈ പ്രദേശത്തിലുള്ളവർ അർമേനിയയിൽ ചേരാൻ തീരുമാനിച്ചതാണ് എല്ലാത്തിനും കാരണം. ഈ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായി ട്രംപ് കണക്കാക്കുമ്പോൾ തങ്ങളുടെ സ്വാധീനത്തിലാണെന്ന് കരുതിയ രാജ്യങ്ങളിലെ സമാധാനം നടപ്പിലാക്കാൻ US പ്രസിഡന്റ് ഇടപെടുന്നത് റഷ്യയ്ക്ക് തിരിച്ചടിയാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോബേൽ കിട്ടിയേ തീരൂ. അതിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ ഓരോ ചുവടായി മുന്നോട്ട് വയ്ക്കുകയാണ് ട്രംപ്.